അബി ഒരു പേപ്പർ മേനിങ് അന്ന് ഒരു കാര്യം കാണിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസേ മറ്റേ 90s കിഡിന്റെ നോസ്റ്റ് വീഡിയോ ഇട്ടില്ലേ, അതായത് മറ്റേ തിയേറ്ററിൽ പവർ കട്ട് വരുന്ന വീഡിയോ ഇട്ടില്ലേ, അതിലൊരു കുന്ന് കണക്കിന് കമന്റ് വന്നു. അത് നമുക്ക് 1 മില്യൺ അടിച്ചായിരുന്നേ. അപ്പൊ അതിലൊരു കുന്ന് കണക്കിന് കമന്റ് വന്നു. അപ്പൊ അതിനകത്ത് കുറേ പേര് ഇട്ടിട്ടുണ്ട്, ഓരോന്ന് പണ്ടത്തെ കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ചിലതൊന്നും എനിക്കും അറിയത്തില്ല, ഞാൻ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരു ചേട്ടൻ എനിക്ക് കമന്റ് ഇട്ടിരുന്നു, ഒരു നമ്പർ ഇട്ടിട്ട് പുള്ളി അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ നമ്പർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേറൊരു ചേട്ടൻ പിന്നെയും കമന്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ദൈവത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ ഇട്ടു. അപ്പൊ റിപ്ലൈ ഇട്ടപ്പം വേറൊരാൾ വന്നിട്ട് ചോദിച്ചു അത് എങ്ങനെ ദൈവത്തിന്റെ നമ്പർ ആവുന്ന. ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് ദൈവത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനും പണ്ടത്തെ ലാൻഡ് ഫോണാണ്, അതിൻ്റെ അകത്ത് കുത്തിയൊക്കെ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. 2222 ഉള്ളി. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. പക്ഷെ പുള്ളി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ചിലർക്കെങ്കിലും അറിയാത്തതുണ്ടെന്ന്. എന്നാ പിന്നെ ആ നമ്പർ ഏതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ദൈവത്തിന്റെ നമ്പർ ആവുമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്പർ ഏതാന്ന് വെച്ചാൽ 6161131110. വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കിക്കോ അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മളതാ ഞാൻ എന്താ എഴുതിയിട്ടുണ്ട്, 6161131110 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാ കാണാവോ അബി, എന്നിട്ട് കാണാവോ? ഇതാ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൈവം എന്ന് കിട്ടും. ആക്ച്വലി ദൈവം എന്ന് എഴുതാനുള്ളൊരു നമ്പറാണ് ഈ ദൈവത്തിന്റെ നമ്പർ. വേണമെങ്കിൽ ഈ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ കുത്തി വിളിച്ച് നോക്കാം, ഞാനും കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കിട്ടിയ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അപ്പം ഇതാണ് ദൈവത്തിന്റെ നമ്പർ, 6161131110. നീ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അബി? അറിയാമായിരുന്നല്ലേ? തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയാണ് ഞാൻ, ആലപ്പുഴയും തിരുവനന്തപുരത്ത് വരെ എത്തിയിട്ടുണ്ട്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ എനിക്ക് പുതിയൊരു കണ്ടന്റ് തന്ന ആ ചേട്ടന് പേര് ഞാൻ മറന്നുപോയി, ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ആ ചേട്ടൻ എന്തായാലും താങ്ക്സ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ടാറ്റാ.